ഗായ്സ് വെൽക്കം ടു 19 സ്റ്റാർ. ഇന്ന് ഞാനൊരു ക്ലാഷ് സ്ക്വാഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് USPൻ്റെ ഡബിൾ ഗൺ എടുത്തു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഞാൻ വേണ്ട വിചാരിച്ചു M8ൻ്റെ മിനി ഗണ്ണും എടുത്തു, അതേമാതിരി മഷ്റൂമും എടുത്തു. പിന്നെ ഞാൻ ഇവിടെ നിന്നു. അപ്പോൾ ഞാൻ അവിടെ കൂടി ഒരു എൽമി പോകണ്ടായിരുന്നു. ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അല്ലെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു, ഓനെ നോക്കാക്കിയിട്ടു. അപ്പോൾ തന്നെ ഓൻ്റെ ടീംമേറ്റ് ഓനക്കും ഡാം എടുത്തു. പക്ഷേ അവിടുന്ന് അടിക്കണ്ടായിരുന്നു, ഇവനെ അടിക്കണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ഡാമായിരുന്നു, രണ്ടാൾക്കും നല്ല ഡാമായിരുന്നു. പക്ഷേ നമ്മളെ ടീംമേറ്റ് വന്നെടുത്തു. എൻ്റെ പേര് റെയ്സ്റ്റാറാണ്. റെയ്സ്റ്റാർ വന്നെടുത്തു ഓനെ. അങ്ങനെ റിയൽ റെയ്സ്റ്റാറാണോ അല്ലെങ്കിൽ ഫേക്ക് ID ഉള്ള റെയ്സ്റ്റാറാണോ അല്ലെങ്കിൽ സെക്കൻഡ് അക്കൗണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. മിക്കവാറും സെക്കൻഡ് അക്കൗണ്ട് ആയിക്കാരോ എൻ്റെ. നല്ല പ്ലെയർ, നല്ല കളിക്കുന്നുണ്ട് അവനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് അക്കൗണ്ട് ആയിക്കാരെന്ന്. അപ്പോൾ റെയ്സ്റ്റാറും ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു, നമ്മൾ രണ്ടാം നമ്പറും ഉണ്ടായിരുന്നു. രണ്ടാം നമ്പറിന് അടിക്കുന്നുണ്ടായിരുന്നു, ഓനെ നോക്കാക്കിയിട്ടു രണ്ടാം നമ്പറിനെ. അപ്പോൾ 1v1 സിറ്റുവേഷന് നമ്മൾ എടുക്കുമെന്ന് അങ്ങനെ നോക്കാം. ഓനക്ക് കുറച്ചൊക്കെ ഡാം എടുത്തു റീസ്റ്റാർ, എന്നാലും ഓനക്കൊന്നും പറ്റിയില്ല. ഫേക്ക് ID ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അവർക്ക് ഉഗ്ര 110ൻ്റെ ഒരു ഹെഡ് കൊടുത്തു, മോനെ സീനായി. അതുകൊണ്ട് ഞാൻ റെയ്സ്റ്റാർ ആണോ ഒരു ഡൗട്ട് അടിച്ചാണ്ട് പറഞ്ഞത്. സെക്കൻഡ് അക്കൗണ്ട് ആയിക്കാരം മിക്കവാറും റെയ്സ്റ്റാർ തന്നെയാണ് തോന്നുന്നുണ്ട്. അവൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. മോൻ അവൻ്റെ കളിയുണ്ട്, ഞാനൊന്നും എന്തും മുട്ടുപോയി. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. ഇതിൽ ഞാൻ AUG എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ജയിക്കുമെന്നാണ് എല്ലാ പ്രതീക്ഷയോടെയാണ് ഞാൻ പോണത്. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ, ഷെയറൊക്കെ ചെയ്ത് ഒന്ന് ഇതാക്കണേ. അപ്പോൾ ഇതിന് ഒരു എൽമി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടീംമേറ്റ് വീണ്ടും നോക്കായി വീണിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ വീണിട്ടുണ്ട്. ഞാൻ ഓരോ ടീമത്തോടെ ജയിച്ചു. ഇവർ നമ്മളെ ടീംമേറ്റിനെ കണ്ടിട്ട് വന്നിന്. പക്ഷേ എന്ത് ചെയ്തു, നമ്മളെ എതിർ ടീമത്തോടെ പിന്നെ എടുത്തു. അപ്പോൾ ഇതിന് ഇവൻ ആരെയോ വെയിറ്റ് ചെയ്തിരുന്നു. 4 നമ്പറിനിട്ട് ഓനെ ഇട്ടിട്ടും കാര്യമില്ല, കാരണം അവൻ്റെ റേഞ്ച് പോയിക്കണേ. അപ്പോൾ അടിയിൽ നിന്ന് ഒരുത്തൻ വരുന്നുണ്ട്, ഓനെയാണ് വെയിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിന് മേലെ നിന്ന് ഒരുത്തൻ ചാടി, പക്ഷേ അവൻ സോണിൽ പെട്ടു. പക്ഷേ ഇവന് രക്ഷപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ 2 റൗണ്ട് എടുക്കുമെന്ന് വിചാരിച്ച കളിയായിരുന്നു. പക്ഷേ 1v1 സിറ്റുവേഷന് നമ്മൾ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം 4 നമ്പറിൻ്റെ റേഞ്ച് പോയതാണ്. പിന്നെ ഓനക്ക് ഇവരെന്താ കാട്ടണേ, റേഞ്ച് ആയല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. ന്യൂവളം മാറിയ കളിക്കണേ, റേഞ്ച് ആയതല്ല വിചാരിച്ചാണ് നിൽക്കണേ. പിന്നെ നെക്സ്റ്റ് മാച്ച് റൗണ്ട് 3 ആണ്. 1v1 റൗണ്ട് 3 ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഗണ്ണൊക്കെ സെറ്റാക്കി ഒരു SVS കൊടുത്ത്, അതേപോലെ M8 കൊടുത്ത്. പിന്നെ വേണ്ട വിചാരിച്ചു ഞാൻ. പിന്നെ ഞാനൊരു MP40 എടുത്തു, അതേമാതിരി USP 2 എടുത്തു, USP ഡബിൾ ഗണ്ണും എടുത്തു. അപ്പോൾ ഗൈസ് ഈ റൗണ്ട് ആര് ജയിക്കുമെന്ന് നിങ്ങൾ വീഡിയോ തന്നെ കാണാം. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. നമ്മൾ ജയിക്കും, അതാണ് നമ്മൾ പ്രതീക്ഷ. ഒരുത്തനെ നോക്കാക്കിട്ടു, ഓനെ കില്ല് ഫിനിഷ് ആക്കുമ്പോഴത്തേന് അടുത്ത ആൾ വന്നു, ഓനെ നോക്കാക്കിട്ടു. ടീമേറ്റ് പൊക്കൂലേ? ഡബിളാണ് നമുക്കിപ്പോൾ. ഡബിൾ തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരുത്തനെ നമ്മളെ ടീമേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് നമ്മളുടെ 3 ആൾക്കാരുണ്ട്. പിന്നെ 4ാം നമ്പർ ഇരുന്നു, റേഞ്ച് പോയതായിരുന്നു, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ കില്ലോ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു നമുക്ക്. അപ്പോൾ നമ്മൾ ടീമേറ്റ് കുമ്മനടിച്ച് കൊണ്ടുപോയി. നല്ല ഡാമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ടീമേറ്റ് കുമ്മനടിച്ച് കൊണ്ടുപോയി. പിന്നെ അവൻ്റെ അടുത്ത് സ്നൈപ്പർ ഉണ്ടായിരുന്നു, സ്നൈപ്പർ എടുത്തു. അപ്പോൾ ഗണ്ണൊക്കെ സെറ്റായി. ഇനി ഒരു സൂചി എടുത്തു, അതേമാതിരി മഷ്റൂമൊക്കെ ആയി, ഗ്ലൂവാളൊക്കെ ആയി. ബോംബ് ഗ്രനേഡ് എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ ക്യാഷ് തീർന്നു പോയി. എന്നുവെച്ചാൽ ഇതിലത്തെ പൈസ തീർന്നു പോയി, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് വീണ്ടും കളി തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്തപ്പോൾ അവിടെ എത്തണ്ടായിരുന്നു 150. ഗണ്ണ് റീലോഡ് എന്തിനാ ചെയ്യണേ? എന്തിനാ ഈ ഗരീന സ്നൈപ്പർക്ക് റീലോഡ് ചെയ്ത് കൊടുക്കണേ? അല്ലെങ്കിൽ നമുക്ക് അത് ഒരു കില്ലായി മാറി തന്നെ. മറ്റോൻ കൊടുത്തു, കയറിയില്ല. ഓൻ്റെ ദീന് കയറിയില്ല. പിന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഓന് ഇതായപ്പോൾ ഇതിന് ഓനും കയറിയില്ല. ബുള്ളറ്റ് പോവാന്നല്ലേ, വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് 150 എടുത്തു, പിന്നെ 150 എടുത്തു. അങ്ങനെ ആ കില്ല് നമുക്ക് കിട്ടി. ഓന് നോക്കായി. കില്ല് കിട്ടിയോന്ന് പറയാൻ പറ്റൂല. അവന് ഫിനിഷ് ആയാലേ നമുക്ക് കില്ല് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവനക്ക് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അവനക്ക് 150 കൊടുത്തു. കുറേ ഇത് വേസ്റ്റായിപ്പോയി. പിന്നെ പിന്നെ 4-ാം നമ്പർ റേഞ്ച് പോയി. പിന്നെ 1-ാം നമ്പറും 2-ാം നമ്പറും ഞാനും മാത്രമേ. പിന്നെ ഒരുത്തൻ ചാടി ഓനെ 300 എടുത്ത് ഓനെ അവിടെ ഡൗൺ ആക്കി. മറ്റോനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരാളെ 150 ഇതും കൊടുത്തുകൊണ്ട് ഇതാക്കിയില്ലേ. പിന്നെ ബാക്കിലെടുത്ത വന്നിരുന്നു. ഓനെ കുറേ ഡാം കൊടുത്തു. ലാസ്റ്റ് ഓനെ സോൺ ഔട്ട് പോയി കണ്ട് ചത്തു. ആ കില്ല് നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഇതുപോലെ ഡാം കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ 3 കില്ലായി. അങ്ങനെ 3rd റൗണ്ട്, അങ്ങനെ 4th റൗണ്ട് നമ്മളെടുത്തു. ഇപ്പോൾ 5th റൗണ്ടാണ്. 5th റൗണ്ടിൽ ഞാൻ ഗ്രനേഡ് എടുത്തു. അതേമാതിരി ഹെൽമെറ്റ്, പിന്നെ അതേമാതിരി മഷ്റൂം എടുത്തു. അതേമാതിരി എന്നിട്ട് റിപ്പയർ കിറ്റും എടുത്തു. ഓക്കെ, അതന്നെ സ്നൈപ്പറും UMP നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ UMP ഈ സിബ് ലൈന് പോകുമ്പോൾ ഒന്ന് കൈ വെച്ചാൽ അഥവാ ആരെങ്കിലും വന്നാലോ വിചാരിച്ചാണ്ട്. പക്ഷെ ആവശ്യം വന്നില്ല, ആരും ഇല്ലായിരുന്നു അവിടെ. പിന്നെ അപ്പുറത്താണ് എനിക്ക് മനസ്സിലായി ആൾക്കാരുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരുത്തണ്ടായിരുന്നു. അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൻ്റെ കില്ല് നമുക്ക് കിട്ടി. അങ്ങനെ ഇനി ഒരുത്തനും കൂടി ഉള്ളൂ. ഓനും കൂടി തീർത്താൽ നമുക്ക് ഈ കളി ബൂയ അടിക്കാം. അല്ലാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ അത്രയും പറഞ്ഞാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ പ്ലീസ്. ഞാൻ അത്രയും നേരം പറഞ്ഞില്ലേ. നിങ്ങൾക്ക് പറ്റണേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേമാതിരി സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഷെയർ ചെയ്തിട്ട് ഒരിക്കൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അവിടെ ഒരുത്തണ്ടായിരുന്നു. അവനെ ഡൗൺ ആക്കി. അങ്ങനെ ഈ കളി ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്. ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ബായ്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു.